നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിക്ക് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അനുസരിച്ചായിരിക്കും ഇത്തവണ UDF മുന്നണികളുടെ ഭാവി തീരുമാനിക്കുക. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മറ്റു മുന്നണികളെക്കാൾ മാറ്റുകൂട്ടിയത് UDFന്റെ പ്രചരണം തന്നെയായിരുന്നു. ഉയർന്ന പോളിംഗ് ശതമാനവും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും വാനോളം പ്രതീക്ഷകൾ നൽകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും UDFന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുക എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിന് ശക്തി പകരാൻ വിജയം അനിവാര്യമാണ്. സീറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ അത് UDFന് പുത്തൻ ഉണർവായിരിക്കും നൽകുക. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിച്ച UDFന് അത് കടുത്ത തിരിച്ചടിയായിരിക്കും. ചില ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് പാർട്ടി നേതൃത്വം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സംഘടനാ സംവിധാനമാണ്. പരമ്പരാഗതമായ UDFന് ലഭിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലായി വിള്ളൽ വീണിരുന്നു. അവ ഇക്കുറി തങ്ങൾക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ എന്നതാണ് കോൺഗ്രസ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ പോലും UDFന്റെ എല്ലാ പ്രതിരോധങ്ങളും മുന്നൊരുക്കങ്ങളും തകരുകയായിരുന്നു. ശബരിമല വിഷയം വന്നതോടെ NSS പൂർണ്ണമായും ഇടതുമുന്നണിയിൽ നിന്നും അകന്നു. അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തിരികെ കൊണ്ടുവരാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം. ഇതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വന്നുവെന്ന് ഫലം വരുമ്പോൾ അറിയാം. എന്നാൽ അതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടത്തുന്ന തരത്തിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ VK ശ്രീകണ്ഠൻ രംഗത്ത് വന്നിരുന്നു. KPCC പ്രചരണത്തിന് വേണ്ടി ഫണ്ട് നൽകിയില്ല എന്ന ആരോപണങ്ങളും നിലനിന്നിരുന്നു. പാർട്ടിക്ക് അകത്ത് തന്നെ പൊട്ടിത്തെറി നിലനിൽക്കുന്നതിന്റെ തെളിവുകളായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് UDFൽ വിവാദം ഉയർന്നിരുന്നു. അന്ന് UDFലായിരുന്ന ജനതാദൾ നേതാവ് MP വീരേന്ദ്രകുമാറിന്റെ കനത്ത പരാജയമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 1 ലക്ഷം വോട്ടിന് വീരേന്ദ്രൻ തോറ്റത് UDFൽ കോൺഗ്രസിന്റെ അകത്തുനിന്നുണ്ടായ കുതുകാൽ വെട്ടായിരുന്നുവെന്നാണ് ആരോപണം. ഇത് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി UDF വിടുകയും ചെയ്തു. കോൺഗ്രസിലെ വിവാദം ഇപ്പോൾ കെട്ടടങ്ങിയാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വീണ്ടും കത്തിപ്പടരാനാണ് സാധ്യത. എന്നാൽ ഇപ്പോഴും കോൺഗ്രസിനെ വലയ്ക്കുന്നത് സംഘടനാ സംവിധാനത്തിലുള്ള പോരായ്മകളാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രകടമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സൃഷ്ടിച്ച ആവേശത്തിൽ അത് മറികടക്കാനായി. എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് സാധ്യമാവില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം ഉടച്ചു വാർക്കുന്നതിനുള്ള നടപടികളായിരിക്കും ആദ്യമായി ഉണ്ടാവുക. ബൂത്ത് തലം മുതൽ പുനഃസംഘടന ആരംഭിക്കാനാണ് KPCC പ്രസിഡന്റ് തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷയ്ക്ക് വിപരീതമായ അത് UDFലും പ്രത്യേകിച്ച് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.